ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് മെയ്ക്ക് എന്ന വേർബ് ഉപയോഗിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഡെയിലി യൂസ് സെൻറ്റൻസ് എന്നിവയൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, മെയ്ക്കിൻ്റെ മീനിങ് ഉണ്ടാക്കുക. ഇവിടെ മെയ്ക്കിന് പാസ്റ്റ് ഫോം ആകുമ്പോൾ മെയ്ഡാണ്, മെയ്ഡ് ഉണ്ടാക്കി. എന്നാൽ നമ്മൾ മെയ്ക്കിനെ ഒരു പോസിറ്റീവ് വേർബ് എന്ന നിലക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ മീനിങ് എടുക്കുക? ഒരാളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കുക എന്നർത്ഥത്തിൽ ഇത് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ മെയ്ക്ക് കഴിഞ്ഞ് ആ ഒരു പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി നൗണോ അല്ലെങ്കിൽ പ്രൊനൗണോ അതിനുശേഷം മെയ്ക്കിന് ശേഷം വയ്ക്കണം. അതിനുശേഷം പ്രവൃത്തി എന്താണോ പ്രവൃത്തി ചെയ്യുന്നത് ആ പ്രവൃത്തിയുടെ പേര് പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ്, ഡെയിലി സെൻറ്റൻസ് ഇവയൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നീ ഇതെങ്ങനെ ഉണ്ടാക്കി? ഹൗ ഡിഡ് യു മേക്ക് ഇറ്റ്? ഡിഡ് യു മേക്ക്? ഓക്കെ, ഇതൊരു പാസ്റ്റ് ഫോം ക്വസ്റ്റ്യൻ ആണ്. ഇതുണ്ടാക്കാൻ എളുപ്പമാണ്. ഇറ്റ് ഈസ് ഈസി. ഇത് എളുപ്പമാണ്. ടു മേക്ക്, ഉണ്ടാക്കാൻ. ഇറ്റ്സ് ഈസി ടു മേക്ക്. ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഞാൻ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കി. ഐ മെയ്ഡ് ഇറ്റ് ഈസിലി. ഞാൻ ഉണ്ടാക്കി. ഐ മെയ്ഡ് ഇറ്റ് ഈസിലി, ഞാനിത് എളുപ്പത്തിൽ ഉണ്ടാക്കി. ഇനി നമുക്കിതിനെ പ്രസൻറ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ഫോമിലേക്ക് മാറ്റി എങ്ങനെ ചോദിക്കാമെന്ന് നോക്കാം. അപ്പോൾ നീ എങ്ങനെയാണ് ഉണ്ടാക്കാറ്? ഹൗ ഡു യു മേക്ക്? നീ എങ്ങനെയാണ് ഉണ്ടാക്കാറ് സാധാരണ അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. ഹൗ ഡു യു മേക്ക്? അപ്പോൾ ഡു വെച്ചിട്ടാണ് ചോദിക്കുക. ഹൗ ഡു യു മേക്ക്? ഈ ഒരു ഫോമിൽ സെൻറ്റൻസ് എങ്ങനെ പറയാം? ഞാനിത് ദിവസവും ഉണ്ടാക്കാറുണ്ട്. ഐ മേക്ക് ഇറ്റ് ഡെയിലി. ഞാൻ ദിവസവും ഉണ്ടാക്കാറുണ്ട്. ഐ മേക്ക് ഇറ്റ് ഡെയിലി. ഇനി നമുക്കിത് വെച്ച് ഫ്യൂച്ചർ ഫോമിൽ എങ്ങനെ പറയാം? ഞാനിത് ഉണ്ടാക്കും എന്നെങ്ങനെ പറയാം? ഐ വിൽ മേക്ക് ഇറ്റ്. ഞാനിത് നാളെ ഉണ്ടാക്കും. ഐ വിൽ മേക്ക് ഇറ്റ് ടുമോറോ. ഞാനിത് നാളെ ഉണ്ടാക്കും. നിനക്കിതൊന്നും ഉണ്ടാക്കാൻ പറ്റുമോ? ഇതൊരു റിക്വസ്റ്റ് ആണ് അല്ലേ? ക്യാൻ വെച്ച് ചോദിക്കാം. ക്യാൻ യു മേക്ക് ഇറ്റ്? നിനക്കിത് ഉണ്ടാക്കാമോ? ക്യാൻ യു മേക്ക് ഇറ്റ്? ഇനി കുറച്ചുകൂടി ഹമ്പിളായിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ കുഡ് വെച്ചിട്ട് ചോദിക്കാം. കുഡ് യു മേക്ക് ഇറ്റ്? നിനക്കിത് ഉണ്ടാക്കാമോ? കുഡ് യു മേക്ക് ഇറ്റ്? ഇനി മേക്കിനെ പോസിറ്റീവ് വെർബായിട്ടുള്ള ഉപയോഗം നോക്കാം. ആ സിനിമ എന്നെ കരയിപ്പിച്ചു. The movie made me cry. കരയിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പാസ്റ്റ് ഫോം സെൻറ്റൻസ് ആണ്. അപ്പോൾ മെയ്ഡാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. മേക്കിന് പകരം മെയ്ഡ്. ദ മൂവി മെയ്ഡ് മീ ക്രൈ. മെയ്ഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മീ, എന്നെയാണ് കരയിക്കുന്നത്. അപ്പോൾ ഞാനാണ് ആ ഒരു പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത്. അപ്പോൾ മെയ്ഡിന് ശേഷം മീ ആണ്. മെയ്ഡ് മീ ക്രൈ. പ്രവൃത്തി എന്താണ്? കരയുക. ക്രൈ. മെയ്ഡ് മീ ക്രൈ. ആ കുഞ്ഞിൻ്റെ കഥ എന്നെ വേദനിപ്പിച്ചു. ദ സ്റ്റോറി ഓഫ് ദ ബേബി മെയ്ഡ് മീ ഹേർട്ട്. എന്നെ വേദനിപ്പിച്ചു. ദ നെക്സ്റ്റ്, അവരെന്നെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിക്കാറുണ്ട്. ഇത് ഒരു പ്രസൻറ്റ് സിമ്പിൾ ഫോമാണ്. അവരെന്നെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്, സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യുന്നു എന്നർത്ഥത്തിൽ. അപ്പോൾ എങ്ങനെ പറയാം? ദേ മേക്ക് മീ ഓൾ വർക്ക്. ദേ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പോൾ അവിടെ മേക്ക് മാത്രം മതിയാകും. ദേ മേക്ക്. ഇനി സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് സിംഗുലർ ആണെങ്കിൽ ഷീ, ഹി, ഇറ്റ് വയ്ക്കുകയാണെങ്കിൽ, ഒരു നെയിം ആണെങ്കിൽ എങ്ങനെ പറയണം? മേക്കിൻ്റെ കൂടെ എസ് ചേർത്ത് പറയണം. അവൾ എന്നെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിക്കാറുണ്ട്. ഷീ മേക്സ് മീ ഓൾ വർക്ക്. എന്നാണ് പറയുക. ഷീ മേക്സ് മീ ഓൾ, എല്ലാ ജോലിയും ചെയ്യിക്കാറുണ്ട്. മേക്സ് മീ ഓൾ വർക്ക്. നെക്സ്റ്റ്, ഞാൻ അവരെ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിക്കും എന്നാണ്. ഇനി ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഫ്യൂച്ചർ ഫോമിൽ വേണം പറയാൻ. ഐ വിൽ മേക്ക് ദം ബിരിയാണി.
ഞാൻ അവരെ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിക്കും. ഞാൻ അവരെ കൊണ്ട് മാപ്പ് പറയിക്കും. ഐ വിൽ മേക്ക് ദം ഫോർഗീവ്. ഐ വിൽ മേക്ക് ദം ഫോർഗീവ്. മാപ്പ് പറയിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം മേക്ക് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകൾ, ക്വസ്റ്റ്യനുകൾ എന്നിവയൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ എഴുതുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.